സുനിത വില്യംസ് അഥവാ സുനിത ലിൻ സുനി വില്യംസ് ബഹിരാകാശ യാത്രക്ക് നാസ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ്. ഇന്നത്തെ വീഡിയോയിൽ സുനിത വില്യംസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 1965 സെപ്റ്റംബർ 19 അമേരിക്കയിലെ ഓഹിയോയിലെ യൂക്ലിഡിലാണ് സുനിത വില്യംസ് ജനിച്ചത്. ഇന്ത്യൻ വംശജയാണ്. അതിന് കാരണം ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരൺ പാണ്ഡ്യയുടെ സഹോദര പുത്രിയാണ് സുനിത. അച്ഛൻ ദീപക് പാണ്ഡ്യ, അമ്മ ബോണി പാണ്ഡ്യ. അമേരിക്കൻ പൗരത്വമുള്ള സുനിത യഥാക്രമം ഇന്ത്യൻ സ്ലൊവേനിയൻ വംശപാരമ്പര്യം പിന്തുടരുന്നു. മസാച്യൂസെറ്റ്സിലെ നീതം സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ സുനിത വില്യംസ് 1987 ഫിസിക്കൽ സയൻസിൽ ബിരുദമെടുത്തു. പിന്നീട് 1995 ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദം കരസ്ഥമാക്കി. 1998 സുനിത വില്യംസ് നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. നാസയിലേക്ക് സുനിത വില്യംസ് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സൈനിക മേഖലയിൽ സുനിത വില്യംസ് നടത്തിയ പ്രവർത്തന മികവ് തന്നെയാണ്. നേവൽ ഏവിയേറ്റർ, ടെസ്റ്റ് പൈലറ്റ് എന്നീ നിലകളിൽ അവർ ആർജിച്ചത് അസൂയാവഹമായ അനുഭവ സമ്പത്താണ്. പലതരം 30 വ്യോമയാനങ്ങളിലായി 300-ലേറെ മണിക്കൂറാണ് അപ്പോഴേക്കും സുനിത വില്യംസ് ചെലവഴിച്ചിരുന്നത്. 1998 ജൂണിൽ നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സുനിത വില്യംസ് ആഗസ്റ്റ് മാസത്തിൽ തന്നെ പരിശീലനം തുടങ്ങി. അമേരിക്കയിലും റഷ്യയിലുമായിട്ടായിരുന്നു പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിനിടയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന വനിത എന്ന ബഹുമതിയും സുനിത വില്യംസ് അതോടൊപ്പം കരസ്ഥമാക്കിയിരുന്നു. 2002 നീമോ 2 ദൗത്യത്തിന്റെ അംഗമായിരുന്നു അവർ. സമുദ്രാടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു നീമോ 2. 2008 നാസയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആസ്ട്രോനോട്ടിക്സ് സ്ഥാനത്തേക്ക് സുനിത വില്യംസ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2006 ഡിസംബർ 9 ഡിസ്കവറി ബഹിരാകാശ പേടകത്തിലാണ് സുനിത വില്യംസ് തൻ്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടത്. ആദ്യമായി ബഹിരാകാശത്ത് നടന്നത് 2007 ജനുവരി 31 9 ദിവസങ്ങൾക്കുള്ളിൽ 3 തവണ ബഹിരാകാശ നടത്തം അതോടൊപ്പം സുനിത വില്യംസ് പൂർത്തിയാക്കിയിരുന്നു. മൂന്നാം നടത്തത്തിൽ 6 മണിക്കൂറും 40 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന സുനിത വില്യംസ് നാലാമത്തെ ബഹിരാകാശ നടത്തത്തിൽ 29 മണിക്കൂറും 17 മിനിറ്റുമാണ് ചെലവഴിച്ചത്. ഇത് അക്കാലത്തെ റെക്കോർഡായിരുന്നു. എന്നാൽ 2007 ഡിസംബർ 18 നാസയുടെ ഇതിഹാസ ബഹിരാകാശ യാത്രിക പെഗി വിൻസ്റ്റണിന്റെ 32 മണിക്കൂർ 32 മിനിറ്റ് യാത്ര പൂർത്തിയാക്കിയതോടുകൂടി സുനിത വില്യംസിന്റെ റെക്കോർഡ് അവർ മറികടക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് 62 മണിക്കൂറും 6 മിനിറ്റും പിന്നിട്ട് സുനിത വില്യംസ് ബഹിരാകാശ രാജ്ഞി എന്ന വിശേഷണത്തോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ വനിത എന്ന റെക്കോർഡും കരസ്ഥമാക്കി. 2025 ജനുവരി 31 ഈ റെക്കോർഡ് അവർ കരസ്ഥമാക്കിയത്. 287 ദിവസമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ അകപ്പെട്ടത്. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്ത് എത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും 9 മാസമാണ് അവിടെ കഴിയേണ്ടി വന്നത്. ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിൽ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും 2024 ജൂണിൽ ISSലേക്ക് പോയത്. പിന്നീട് സ്റ്റാർലൈനിലുണ്ടായ സാങ്കേതിക തകരാറ് മൂലം ബഹിരാകാശത്ത് അകപ്പെടുകയായിരുന്നു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ആസൂത്രണം ചെയ്തത്. 2025 മാർച്ച് 19 പുലർച്ചെ 3:27 സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ച് ഡ്രാഗൺ പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മെക്സിക്കൻ ഉൾക്കടലിൽ വീണത്. കടലിൽ പതിച്ച ഡ്രാഗൺ പേടകത്തെ രക്ഷിക്കാനായിട്ടുള്ള ദൗത്യത്തിന് പങ്കുകൊണ്ടത് MV മോഗൻ എന്ന കപ്പലാണ്. ക്രൂ 9 ഡ്രാഗൺ പേടകത്തെ
കരയിലെത്തിച്ചത് MV മോർഗന്റെ നേതൃത്വത്തിലാണ്. നാസയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രികയായ മേഗൻ മാക് ആർതറിന്റെ പേരിലാണ് മേഗൻ വെസൽ അറിയപ്പെടുന്നത്. മെഡിക്കൽ ചികിത്സാ സൗകര്യം, ഹെലിപ്പാഡ്, വിപുലമായ ആശയവിനിമയ റഡാറുകൾ എന്നിവ മേഗന്റെ പ്രത്യേകതയാണ്. ബഹിരാകാശത്ത് നിന്നും തിരിച്ചുവരുന്ന ബഹിരാകാശ യാത്രകൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് അവർ എത്തുമ്പോൾ അവരെ വീൽ ചെയറിൽ സ്വീകരിക്കുന്നത്. സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ശരീരത്തിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ ബാലൻസ് തെറ്റി വീഴാൻ സാധ്യതയുണ്ട്. സീറോ ഗ്രാവിറ്റി, മൈക്രോ ഗ്രാവിറ്റി എന്നീ പ്രതിഭാസങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ സാന്ദ്രത, രക്തയോട്ടത്തിൻ്റെ വേഗം, മെറ്റബോളിസം റേറ്റ്, റേഡിയേഷൻ റിസ്ക് എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മാറ്റിമറിക്കും. അവർക്ക് ഒരു പെൻസിൽ ഉയർത്താൻ പോലും പ്രയാസം തോന്നും. അതുകൊണ്ടാണ് ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന സഞ്ചാരികളെ വീൽ ചെയറിൽ സ്വാഗതം ചെയ്യുന്നത്. സുനിത വില്യംസുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്: സുനിത വില്യംസ് നാവികസേനയിൽ ചേരുന്നത് 1983 US നേവൽ അക്കാദമിയിൽ നിന്ന് ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രി നേടിയത് 1987 കോംബാറ്റ് ഹെലികോപ്റ്റർ പറപ്പിക്കാനുള്ള പരിശീലനം ആരംഭിച്ചത് 1989. നേവൽ ടെസ്റ്റ് പദവി സ്വന്തമാക്കിയത് 1993. സുനിത വില്യംസ് ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റർ സയൻസ് ഓഫ് ഡിഗ്രി നേടിയ വർഷം 1995. സുനിത വില്യംസ് നാസയിലെ ജോലിക്കായി അപേക്ഷ സമർപ്പിച്ചത് 1997. നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് 1998. നാസ ഗ്രൂപ്പ് 17, എക്സ്പെഡിഷൻ 14, എക്സ്പെഡിഷൻ 15 എന്നിവയുടെ ഭാഗമായി ആദ്യമായി ബഹിരാകാശ ദൗത്യത്തിന് സുനിത വില്യംസ് ഇറങ്ങിയത് 2006. അന്ന് 195 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ചിലവിട്ടത്. തിരികെ ഭൂമിയിലേക്ക് എത്തിയത് ജൂൺ 22, 2007. എക്സ്പെഡിഷൻ 32ൻ്റെയും എക്സ്പെഡിഷൻ 33യുടെയും ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന നിലയിൽ സേവനം നൽകിയിട്ടുണ്ട്. ഇത് 2012 127 ദിവസത്തെ ബഹിരാകാശ വാസവും അന്ന് സുനിത വില്യംസ് നടത്തിയിരുന്നു. അമേരിക്കൻ കൊമേഴ്ഷ്യൽ സ്പേസ് ഫ്ലൈറ്റുകളുടെ ഏറ്റവും ആദ്യത്തെ സഞ്ചാരികളിലൊരാളായി സുനിത വില്യംസ് പ്രഖ്യാപിക്കപ്പെട്ടത് 2015 2018 ബോയിങ് CST-100 അഥവാ സ്റ്റാർലൈനർ 1 ആദ്യ ഓപ്പറേഷൻ മിഷന്റെ ഭാഗമായിട്ട് സുനിത വില്യംസ് പ്രവർത്തിച്ചത്. സുനിത വില്യംസ് ബോയിങ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് മിഷന്റെ ഭാഗമായി സ്ഥാനമേറ്റത് 2022. ബാരി വിൽമോറുമൊത്ത് ബോയിങ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് ദൗത്യത്തിന്റെ ഭാഗമായി പോയത് ജൂൺ 5, 2024. വെറും 8 ദിവസത്തെ ദൗത്യമാണ് 287 ദിവസത്തേക്ക് നീണ്ടത്. സുനിത വില്യംസ് രണ്ടാം തവണയും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ നേതൃത്വം ഏറ്റെടുത്തത് സെപ്റ്റംബർ 2024. ഡിസംബർ 2024 ബഹിരാകാശത്ത് 6 മാസവാസം പൂർത്തിയാക്കി. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ നേതൃത്വം തിരിച്ചു കൈമാറിയത് 2025 മാർച്ച് 7. മാർച്ച് 16, 2025 സ്പേസ് എക്സ് ക്രൂ 9 ദൗത്യത്തിൽ തിരിച്ച് ഭൂമിയിലെത്തിയത്.